രണ്ട് ഘട്ടങ്ങളായി കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളുടെ തെരഞ്ഞെടുപ്പ് ഡിസംബർ 9-ാം തീയതി നടക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളും ചർച്ച ചെയ്യരുതാത്ത വിഷയങ്ങളും ഏതാണെന്നും കേരളം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളും ചർച്ച ചെയ്യാതെ പോകുന്ന വിഷയങ്ങളും ഏതാണെന്നും നമ്മളോട് വിശദീകരിക്കുകയും നമ്മളുമായി ഒരു സംവാദം നടത്തുകയും ചെയ്യുന്നത് ജോബിനസ് കൊട്ടാരമാണ്. അദ്ദേഹം ഒരു ഗ്രന്ഥകർത്താവാണ്, ഒരു ഗവേഷകനാണ്, രാഷ്ട്രീയക്കാരനാണ്, എല്ലാത്തിനും ഉപരിയായി ഒരു മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണ്. ഹാർദവമായി ശ്രീ ജോബിനസ് കൊട്ടാരത്തെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. നമസ്കാരം. നിരവധി ചൂടുപിടിച്ച വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം ചർച്ച ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക അപവാദ കേസാണെങ്കിലും, തുറന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബലാത്സംഗ കേസാണെങ്കിലും, ഒളിവിൽ കഴിയുന്ന MLA കണ്ടുപിടിക്കുവാനുള്ള പോലീസിൻ്റെ ശ്രമങ്ങളാണെങ്കിലും, ശബരിമല സ്വർണ്ണക്കൊള്ളയാണെങ്കിലും, മസാല ബോണ്ടിൽ മുഖ്യമന്ത്രിക്കുൾപ്പെടെ ലഭിച്ച ED നോട്ടീസ് ആണെങ്കിലുമെല്ലാം കേരളം വിശദമായി തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. എന്നാൽ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നും കേരളം നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയെ നിർണ്ണയിക്കുന്നതിൽ ഒരു ഭാഗമാകുന്നില്ല എന്ന ആക്ഷേപവും നിഷ്പക്ഷരായ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? കിഫ്ബി പുറത്തിറക്കിയിരിക്കുന്ന മസാല ബോണ്ട്, കിഫ്ബി തന്നെ ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയാണ്. ഇന്നലത്തെ ദേശീയ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ഹിന്ദു, ഡൽഹി എഡിഷനിൽ ഇതൊരു വലിയ വിഷയമായിട്ട്, വലിയൊരു വാർത്തയായിട്ട് തന്നെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സ് ചർച്ച ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് കേരളം എത്രമാത്രം പുറകോട്ട് പോയി. അപ്പോൾ ആ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഒരു സ്ഥിരം സംവിധാനമായി മാറിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ 9 വർഷം മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ആരോപണങ്ങൾ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അവസാനം എന്ത് സംഭവിച്ചു? അപ്പോൾ ഈ ആരോപണങ്ങളല്ലല്ലോ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ കഴിഞ്ഞ 9 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ചും മയക്കുമരുന്നിൻ്റെ, ഇന്നലെ തന്നെ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള മകൻ അച്ഛനെ വെട്ടിക്കൊന്നു. 50 വെട്ടാണ് വെട്ടിയത്, അമ്മയും വെട്ടി. അവസാനം പറയുന്നത് എനിക്കൊന്നും ഓർമ്മയില്ലെന്നാണ് പറയുന്നത്. ഇത് ഈ അടൂരിൽ നടന്ന ഒരു ആകസ്മിക സംഭവം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കേരളത്തിൽ ഉടനീളം ഇന്ന് മഹാരാഷ്ട്രയിലോ പഞ്ചാബിലോ ഉള്ളതിൻ്റെ ഇരട്ടിയിലധികം ലഹരി കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ട് ഇത് ഈ മാഫിയയെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നില്ല? സ്വർണ്ണ കള്ളക്കടത്ത് പോലെയുള്ള വിഷയങ്ങൾ മറ്റൊരു സൈഡ്. അതിലേറ്റവും നമ്മളുടെയൊക്കെ വിശ്വാസം, കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ശബരിമല എന്ന് പറയുന്നത് അത് ഹിന്ദുമതത്തിൽപ്പെട്ടവരുടെ മാത്രം ഒരു വിശ്വാസ കേന്ദ്രം ആയിട്ടല്ല നമ്മൾ അറിയപ്പെടുന്നത്. നമ്മുടെ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ കൂടി സിമ്പിളാണ് ശബരിമല. അപ്പോൾ ആ ശബരിമലയിൽ നിന്നുള്ള വിഗ്രഹങ്ങളാണ്, ആ സ്വർണ്ണപ്പാളികളാണ് മോഷണം പോയിരിക്കുന്നത് അല്ലെങ്കിൽ കടത്തിയിരിക്കുന്നത്. ഇതൊക്കെ ആഗോള വിപണിയിൽ 45 കിലോ സ്വർണത്തിൻ്റെ വിലയല്ല. അത് ലോകമെമ്പാടുമുള്ള ഇത്തരമുള്ള വിലയേറിയ അമ്പലങ്ങളിലെ വിഗ്രഹങ്ങളും മറ്റുമൊക്കെ ശേഖരിക്കുന്നവർ അതിന് ദശലക്ഷക്കണക്കിന് കോടി രൂപയാണ് നൽകുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വിശ്വാസത്തിൻ്റെ സംരക്ഷകരാകേണ്ടവർ തന്നെ വിശ്വാസ ധ്വംസകരാകുന്നു. അപ്പം ചെറുപ്പക്കാർക്ക് നാട്ടിൽ നിലനിൽക്കാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി സർക്കാർ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞത് 40 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ്. ചെറുപ്പക്കാരൊന്നുമില്ല വീടുകളിൽ. 40 വയസ്സിന് മുമ്പിൽ ക്ലബ്ബുകൾക്കാവട്ടെ കമ്മിറ്റികളിൽ എടുക്കാൻ പോലും ആളുകളില്ലാത്തൊരു അവസ്ഥയിലേക്ക് നാട് മാറി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം. അല്ലാതെ ഈ ഒരു നടിയുടെ കാറിൻ്റെ നിറം ഏതാണ്, ഇങ്ങനെയുള്ള പെരിഫറലായിട്ടുള്ള വിഷയങ്ങളിലൂടെ സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയല്ല വേണം. തീർച്ചയായും ഈ ലഹരി, താങ്കൾ പറഞ്ഞ ഓരോ വിഷയങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ലഹരി നമ്മുടെ സമൂഹത്തെ ഗ്രസിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. അന്യ സംസ്ഥാനങ്ങളിലേക്കാൾ വളരെയധികം 10 മടങ്ങ് കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത്. എന്നിരുന്നാലും ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു എന്നതിനപ്പുറം ഈ ലഹരിയുടെ സപ്ലൈ ചെയിൻ അതിനെ ഒന്ന് പിടിച്ചു നിർത്തുവാനുള്ള, അതിൻ്റെ വേരിറക്കുവാനുള്ള ഒരു സംവിധാനവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപങ്ങൾ സജീവമാണ്. ഇവിടെ നമുക്കറിയാമല്ലോ, പല കേസുകളും വരുമ്പോൾ ആദ്യ നിലയിൽ അതൊരു വലിയ വാർത്തയാകുന്നുണ്ട് എങ്കിലും പിന്നീട് അന്വേഷണം ചെറു മീനുകളിൽ ഒതുങ്ങിപ്പോകുന്ന കാഴ്ച. ഉദാഹരണമായി പറഞ്ഞാൽ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച്. അപ്പോൾ സിനിമാ മേഖലയിലേക്ക് ലഹരി സപ്ലൈ ചെയ്യുന്ന, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെ അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായിട്ടും അന്വേഷണം വൻ സ്രാവുകളിലേക്ക് എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ അടുത്ത കാലത്ത് ഒരു പ്രമുഖ ഗുണ്ടാ നേതാവ്
തുറന്നു പറയുകയുണ്ടായി. എറണാകുളത്ത് വലിയൊരു നെക്സസ് ഉണ്ട്, അതിൽ പോലീസ് ഉൾപ്പെടെ ഭാഗഭാക്കാണ്, വലിയ ലഹരി വ്യാപാരമാണ് നടക്കുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുവാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവാത്തത് എന്തുകൊണ്ടെന്നാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? അതിപ്പോൾ ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും. ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു നടൻ ഉപയോഗിച്ച നടനെ അറസ്റ്റ് ചെയ്യുന്നു, അപ്പൊ മാധ്യമങ്ങളിലെല്ലാം അത് വലിയ വാർത്തയായിട്ട് മാറും. അപ്പൊ ലഹരി കടത്തുകാരെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ ഈ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ നോക്കും, ആ കേസുകളിൽ വലിയൊരു ശതമാനവും ചെറുതായി ലഹരി ഉപയോഗിച്ചിട്ടുള്ള ചെറുകിടക്കാരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ലഹരി കടത്തുകാരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. സത്യത്തിൽ അവരെ അല്ലേ ഇപ്പൊ ട്രംപ് പോലും എന്താ പറഞ്ഞത്? ട്രംപ് പറഞ്ഞ ഒരു കാര്യം, വെനസ്വേലയിൽ പോയി നീക്കങ്ങൾ നടത്തും. കാര്യം ലഹരി കടത്ത് സ്റ്റോപ്പ് ചെയ്യണം അമേരിക്കയിലേക്കുള്ളത്. അപ്പൊ ലഹരി കടത്ത് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പഞ്ചാബ് പോലെയുള്ള ഒരു സംസ്ഥാനം, മഹാരാഷ്ട്ര, മുംബൈ പോലെയുള്ള വലിയ നഗരമുള്ള മഹാരാഷ്ട്രയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ലഹരി കേസുകളാണ്. ഇവിടെ ഒന്നും ഈ മഹാനഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ലഹരിയുടെ വിൽപ്പനയും വാങ്ങലും ഒക്കെ നടക്കുന്നത്. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ 10 മിനിറ്റിനുള്ളിൽ ഏത് ചെറിയ ഗ്രാമത്തിലും ലഹരി ലഭ്യമാകുന്ന തരത്തിലേക്ക് ആ ശൃംഖല വ്യാപിച്ചു. ഇത് നമ്മൾ വെറുതെ തമാശയ്ക്ക് കരുതേണ്ട ഒരു കാര്യമല്ല. ഉമ്മൻചാണ്ടി സാറ് അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ ഏതാണ്ട് 24 ബാർ ഉണ്ടായിരുന്നത് ഇന്ന് 900-ലധികം ബാറുകളായിട്ട് മാറിയിരിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കിക്കഴിഞ്ഞാൽ ലോട്ടറിയിൽ നിന്ന് പണമുണ്ടാക്കി സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ, കള്ളിൽ നിന്ന് പണമുണ്ടാക്കി സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു സർക്കാർ, നാണമുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാൻ തന്നെ നാണക്കേടാണ്. ഗവേണൻസ്, ഗുഡ് ഗവേണൻസ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു സംവിധാനത്തിന് എന്ത് സംഭവിച്ചു? ആളുകളെ നശിപ്പിക്കുകയാണ്. പാവപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ചും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകൾ, അവർക്കൊരു ദിവസം കിട്ടുന്ന 1000 രൂപ കൂലി കിട്ടിയാൽ അതിൽ 80% ഒന്നുകിൽ മദ്യശാലകളിൽ അല്ലെങ്കിൽ ലോട്ടറിക്ക് വേണ്ടി ചിലവഴിക്കേണ്ട ഒരു അവസ്ഥ. ആ പണം എടുത്ത് സർക്കാർ സംവിധാനങ്ങൾ മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നു. അതിനും തികയാതെ വരുമ്പോൾ കിഫ്ബി പോലെയുള്ള ഭരണഘടനാ വിരുദ്ധമായ എന്ന് സുപ്രീം കോടതി വിശേഷിപ്പിച്ചിട്ടുള്ള സംവിധാനങ്ങൾ തുറന്ന് അതിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് സംസ്ഥാന ഭരണം മുൻപോട്ടേക്ക് കൊണ്ടുപോകുവാനുള്ള ഒരു ശ്രമമാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. കിഫ്ബിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് മസാല ബോണ്ടുകളെ കുറിച്ചാണ്. അതെ, മസാല ബോണ്ടുകളിൽ ഫെമ ചട്ട ലംഘനം നടന്നു എന്ന് ചൂണ്ടിക്കാട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കാരണം കാണിക്കൽ നോട്ടീസാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് മറുഭാഗത്ത് അവർ മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാനത്തിന്റെ വികസന ആവശ്യങ്ങൾക്കായി പണം കടമെടുത്തതാണെന്നാണ്. പക്ഷേ എന്നാൽ അവിടെ വിദേശ നാണയ വിനിമയ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പേർപ്പസ് ഓഫ് യൂസേജ് അല്ലെങ്കിൽ പേർപ്പസ് എന്ന് പറയുന്നത് ഇന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത് വകമാറ്റി ചെലവഴിച്ചു, അത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണെന്ന് പറയുന്നു. അപ്പോൾ മറുഭാഗം പറയുന്നത് ഞങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി നടത്തിയെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ആർഗ്യുമെന്റിൽ ഒരു അടിസ്ഥാനമുണ്ടോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഈ ബോണ്ടുകളൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബാധ്യത വരാൻ പോകുന്ന സർക്കാരുകളുടെ തലയിലേക്ക് കൂടി വരികയാണ്. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ കാര്യം നോക്കിയാൽ മതി. എപ്പോഴും ഈ ഗുഡ് ഗവേണൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ പോകണം എന്നുള്ളതാണ്, ഭാവിയെ കരുതി പോകണം. അപ്പൊ രണ്ടാമത്, ഈ ഊരാലങ്കല്ലൂർ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള പ്രസ്ഥാനങ്ങൾക്കാണ് ഇതിലുള്ള ഈ കിഫ്ബി വഴി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളിൽ ഭൂരിപക്ഷത്തിന്റെയും കോൺട്രാക്ട് കിട്ടിയിട്ടുള്ളത്. ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം ബംഗാളിൽ ഇറങ്ങി. ആ പുസ്തകം ഈയിടെ KPCC മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി. ആ ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകം ഏതാണ്ട് 3 പതിറ്റാണ്ട് എങ്ങനെയാണ് ഇടതുമുന്നണി ബംഗാൾ ഭരിച്ചത് എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. അപ്പൊ സംവിധാനങ്ങളെ പലപ്പോഴും ദുരുപയോഗം ചെയ്തുകൊണ്ട് അധികാരം പിടിച്ചു നിർത്തുന്നതിനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് ശരിയായ ഒരു നടപടിയല്ല. നല്ല രീതിയിൽ ഭരണം മുൻപോട്ടേക്ക് കൊണ്ടുപോകണം, ഭരിക്കാൻ സാധിക്കണം. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ യുടെ സിൽബന്ദികളായ ആളുകളെ എല്ലാ സംവിധാനങ്ങളിലും കയറ്റി അവിടെ കേപ്പബിലിറ്റി നോക്കുന്നില്ല. ഈയിടെ സാരാഭായി തന്നെ പറഞ്ഞ ഒരു കാര്യം നമുക്കെല്ലാം അറിയാം. കലാമണ്ഡലത്തില് ഇംഗ്ലീഷ് പോലും അറിയത്തില്ലാത്ത ആളുകളാണ് അവിടെ വലിയ ശമ്പളമൊക്കെ വാങ്ങിച്ച് അടിസ്ഥാന ഇംഗ്ലീഷ്, അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം പോലും ഇല്ലാത്ത ആളുകളാണ്. ഇന്നൊരു ഇമെയിൽ തുറക്കാനൊക്കെ എന്ത് നോളജിന്റെ ആവശ്യമാണ്? എല്ലാവർക്കും അറിയാവുന്ന, അതുപോലും അറിയാത്ത ആളുകളെയാണ് തിരികെ കയറ്റുന്നത്. അങ്ങനെ ഈ സംസ്ഥാനത്തെ ഒരു കുട്ടിച്ചോറാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല, വാസ്തവമാണ്. ഒന്നും വേണ്ട, നമ്മുടെ ചുറ്റുപാടുള്ള വീടുകളിലേക്ക് നോക്കിയാൽ മതി. എത്ര വീടുകളാണ് അടഞ്ഞു കിടക്കുന്നത്? ഇന്ന് നമ്മുടെ പോപ്പുലേഷന്റെ 65%, 1-2% അല്ല, 65% എന്ന് പറയുന്നത് 35 വയസ്സിൽ താഴെയുള്ള ആളുകളാണ്.
അവരുടെ മീൻ ഏജ് എന്ന് പറയുന്നത് 28 വയസ്സാണ്. എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ഈ 65%, ഒരു നാട്ടിലെ പോപ്പുലേഷന്റെ 65%, ഇന്ത്യയുടെ ആവറേജ് പോപ്പുലേഷൻ അത്രയാണ് എങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഡെവലപ്മെന്റൽ പ്ലാനുകൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ചെറുപ്പക്കാരെ ഇവിടെ നിലനിർത്താൻ അവർക്ക് തൊഴിൽ കൊടുക്കുവാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടോ? ഉള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതല്ലാതെ ആ ചെറുപ്പക്കാരെ പിടിച്ചു നിർത്താൻ ഉള്ള എന്ത് സംവിധാനങ്ങളാണുള്ളത്? ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇത് വിഷയമാവണം. കാരണം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു സെമി ഫൈനലാണ്. ഇത്തവണയും കൂടി ഒരു പക്ഷേ കേരളത്തിൽ മാറ്റമുണ്ടാകുന്നില്ല എങ്കിൽ കേരളം മറ്റൊരു സോമാലിയ ആയിട്ട് മാറാനുള്ള സാധ്യത അതിവിദൂരമല്ല. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന 2-3 വിഷയങ്ങൾ ഇപ്പോൾ നമ്മളിവിടെ അവതരിപ്പിച്ചു. ഇനി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലേക്ക് പോയാൽ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ MLA എവിടെ, നടിയുടെ കാറിൻ്റെ നിറമെന്ത്, കൺസെൻറ്റഡ് ആയിട്ടുള്ള സെക്സാണോ, ബലാത്സംഗമാണോ നടന്നത്, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് മുഖ്യധാരാ മാധ്യമങ്ങളടക്കം പ്രൈം ടൈം ചർച്ചകളിൽ വരെ ചർച്ച ചെയ്യുന്നത്. ഈ സംസ്ഥാനത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ താങ്കൾ പറഞ്ഞൊരു വിഷയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചാണ്. അപ്പോൾ രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ അവർ പുറത്താക്കിയിട്ടുണ്ട്. അയാളെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. പാർട്ടി ഒരു രീതിയിലും അയാളെ പിന്തുണയ്ക്കുന്നുമില്ല, ഒരു രീതിയിലുള്ള പിന്തുണ അയാൾക്ക് ലഭ്യമാക്കുന്നുമില്ല. പാർട്ടിക്ക് ലഭിച്ച പരാതിയും DGPക്ക് കൈമാറി. മറുഭാഗത്ത് സ്വർണ്ണക്കൊള്ളയിലേക്ക് വന്നാൽ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലേക്ക് വന്നാൽ, CPMന്റെ മുൻ MLA ആയിരുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ M പത്മകുമാർ ഇപ്പോഴും ജയിലിലാണ്. മറ്റൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റായ വാസുവും ഇപ്പോഴും ജയിലിലാണ്. അപ്പോൾ ഇവർക്കെതിരെ ഒന്നും പാർട്ടി തലത്തിൽ അച്ചടക്ക നടപടി ഉണ്ടായിട്ടുമില്ല. അവർ പറയുന്നത് കോടതി പറയട്ടെ എന്നാണ്. സമാനമായി എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥാനാർത്ഥി തന്നെ പോലീസിനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും 20 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചതിനെ തുടർന്ന് പ്രചരണ രംഗത്ത് നിന്നും മാറി നിന്നുകൊണ്ട് ജയിൽവാസം അനുഷ്ഠിക്കുകയുമാണ്. അപ്പോൾ ഇവിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ 45 കിലോ സ്വർണത്തിന്റെ മൂല്യത്തിനപ്പുറം ഹൈക്കോടതിയും അതേ സംശയം പ്രകടിപ്പിച്ചതാണ്. ഒരു ആന്റിക് വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുന്ന ഒരു സീക്രട്ട് വാല്യൂ, അത് മൂലം അതിന് വരുന്ന ഒരു മൂല്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് 45 കിലോ സ്വർണത്തിൻ്റെതല്ല, നേരെ മറിച്ച് ശതകോടികളുടേതാണെന്ന് താങ്കൾ പറയും. എന്താണ് അതുകൊണ്ട്? ഞാൻ പാരീസിലെ ലൂവർ പോലെയുള്ള മ്യൂസിയംസ് സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ്. ലോകത്തിലെ തന്നെ അമൂല്യങ്ങളായിട്ടുള്ള വസ്തുക്കളാണ് ഇത്തരം മ്യൂസിയങ്ങളിലൊക്കെ പ്രദർശന വസ്തുക്കളാക്കുന്നത്. മാത്രമല്ല ഇത് ഈ ശതകോടീശ്വരന്മാർ ഇത്തരം വളരെ വാല്യുബിൾ ആയിട്ടുള്ള വിഗ്രഹങ്ങളും മറ്റുമൊക്കെ ശേഖരിക്കുന്നത് കളക്ടേഴ്സ് ഉണ്ട്. അതൊരു നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്രൈവറ്റ് ജെറ്റിലൊക്കെ സംഗതികൾ കൊണ്ടുപോവുകയും നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഫിഗറാണ് അവിടെ വീഴുന്നത്. ഒരു വസ്തുവിന്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങൾക്ക്, പാളികൾക്കൊക്കെ വീഴുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മാഫിയ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ഞാനല്ല ചോദിക്കുന്നത്. അത് കോടതി തന്നെ അത്തരത്തിലുള്ള സംശയങ്ങൾ. പക്ഷെ എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ചയാക്കുന്നില്ല? കാരണം ശബരിമല ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, അത് കേരളത്തിലെ ഹൈന്ദവരുടെ ഒരു വികാരമല്ല. ഇപ്പൊ ഒരു ക്രിസ്ത്യാനിയാവട്ടെ മുസൽമാനാവട്ടെ അവൻ മറ്റു സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? മഹാരാഷ്ട്രയിലോ ആന്ധ്രയിലോ ചെല്ലുമ്പോൾ കാണുന്നത് അവിടെയുള്ള വലിയ ഫംഗ്ഷൻസിന് പോലും, അവാർഡ് ഫംഗ്ഷൻ ഒക്കെ ഇപ്പൊ നടക്കുകയാണ്. ഞാൻ റീസെന്റ് ഒരു വലിയൊരു അവാർഡ് ഫംഗ്ഷന്റെ വീഡിയോ കണ്ടു. അതിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ കറുത്ത ഉടുപ്പും കറുത്ത മുണ്ടും ഉടുത്ത് നഗ്നപാതരായിട്ടാണ് ആ ഫംഗ്ഷനിൽ വരുന്നത്. വലിയ VVIPs പോലുമാണ്. ശബരിമല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കമാണ്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു അഭിമാനമാണ്. ഇവരൊക്കെ ഇത്രയും വാല്യൂ കൊടുത്ത് നമ്മുടെ നാട്ടിലുള്ള ഒരു അമ്പലത്തിലേക്കാണല്ലോ വരുന്നത് എന്നുള്ളത് ഓരോ മലയാളിക്കും അഭിമാനം പകരുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു അമ്പലത്തിൽ നിന്നാണ് ഇത്രയും ഈ സ്വർണ്ണപ്പാളികൾ കൊള്ള ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല? ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ. അപ്പം മീഡിയയുടെ അജണ്ടയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കൃത്യമായ ഒരു വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ വളരെ ഉപരിപ്ലവമായ വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് എപ്പോഴും ഉണ്ട്. ഇത് ആദ്യമായിട്ടല്ലല്ലോ ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതൊരു പാറ്റേൺ ആണ്. ഉമ്മൻചാണ്ടിക്കെതിരെ വിജയിക്കുന്ന ഒരു പാറ്റേൺ. അപ്പൊ ഇത് അതിൽ ആ പാറ്റേണിലേക്ക് നോക്കിയാൽ വലിയൊരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഇപ്പൊ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തു? രാഹുൽ ഈശ്വറിന് സോഷ്യൽ മീഡിയയിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന 2 മില്യണിലധികം ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഉടനെ ശ്രദ്ധ അതിലേക്ക് അങ്ങ് പോകും. ഷൈൻ ടോം ചാക്കോനെ അറസ്റ്റ് ചെയ്തു. ലഹരിയുടെ വിഷയങ്ങൾ വളരെ തീവ്രമായ
കത്തി നിൽക്കുന്ന സമയത്ത് ഷൈൻ ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. എന്നാൽ ഈ ലഹരി മാഫിയയിൽപ്പെട്ട ആരെയെങ്കിലും അറസ്റ്റ് ചെയ്തു. അപ്പൊ പെട്ടെന്ന് ശ്രദ്ധ അങ്ങ് പോവുകയാണ്. അപ്പൊ ശ്രദ്ധ മാറ്റുക എന്നുള്ള ഒരു പൊളിറ്റിക്സിലേക്ക് തരം താഴുന്നു. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. തീർച്ചയായും സർക്കാർ ഏജൻസികൾ പോലും ഇതിനായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു. ഇന്നലെ പുറത്തു വന്നൊരു വാർത്തയുണ്ട്. അതായത് ഒരു KSRTC ഡ്രൈവറും ആര്യ രാജേന്ദ്രനും തമ്മിലുണ്ടായിട്ടുള്ള തർക്കം നമുക്കറിയാവുന്ന വിഷയമാണ്. അതിന്റെ ഡ്രൈവർ ആദ്യഘട്ടത്തിൽ പോലീസിൽ പരാതി കൊടുത്തപ്പോൾ പോലീസ് ആ പരാതി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. പിന്നീട് അദ്ദേഹം സ്വകാര്യ അന്യായവുമായി കോടതിയെ സമീപിക്കുന്നു. കോടതിയുടെ നിർദ്ദേശത്തിൽ ഇയാളുടെ പരാതിയിൽ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുന്നു. പക്ഷെ ആ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ആര്യ രാജേന്ദ്രനോ അവരുടെ ഭർത്താവായ MLA സച്ചിൻ ദേവോ കേസിൽ പ്രതികളല്ല, ആര്യയുടെ സഹോദരൻ മാത്രമാണ്. അപ്പോൾ പോലീസ് കോടതിയെ പോലും ബഹുമാനിക്കാതെ ഇത്തരം അട്ടിമറികൾ നടക്കുന്നതിനെ കുറിച്ച് ഇത്തരം കാര്യങ്ങൾ പൊതുമധ്യത്തിൽ ഉയർത്തുവാൻ ബാധ്യതപ്പെട്ടത് പ്രതിപക്ഷമാണല്ലോ സ്വാഭാവികമായിട്ട്. അത് ഫലപ്രദമായി പ്രതിപക്ഷത്തിന് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് അങ്ങേക്കൊരു തോന്നലുണ്ടോ? പ്രതിപക്ഷം ഈ വിഷയങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവും ശ്രീ VD സതീശനും രമേശ് ചെന്നിത്തലയും അതുപോലെ കേരള കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള PJ ജോസഫ് സാർ തന്നെ ഈ ശബരിമല വിഷയമൊക്കെ കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ നടന്ന ചടങ്ങിൽ പ്രത്യേകം എടുത്തിട്ടു. PJ ജോസഫ് സാർ പറഞ്ഞത് ഇനി ഒരു വട്ടം കൂടി ഭരണത്തിലേക്ക് വന്നാൽ സെക്രട്ടേറിയറ്റ് പോലും കൊള്ളയടിച്ചേക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പ്രതിപക്ഷം ശക്തമായിട്ട് ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ശക്തമാണ് ഇന്ന് ഇതിനെതിരെയുള്ള ഒരു അന്തർധാര. അപ്പൊ അതില് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുണ്ട്, ഒരുപക്ഷെ ഒരു വിഭാഗം മാധ്യമങ്ങളുണ്ട്. അപ്പൊ ഒരു റിയാലിറ്റി എന്താണോ അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു റിയാലിറ്റി, ഒരു വ്യാജ നിർമ്മിതി ക്രിയേറ്റ് ചെയ്യുകയാണ്. താങ്കൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെയും സമൂഹ മാധ്യമങ്ങളുടെ സാധ്യത നമ്മൾ പറഞ്ഞല്ലോ. രാഹുൽ ഈശ്വറിനെ പോലൊരു വ്യക്തിക്കുള്ള 2 മില്യൺ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ 20 ലക്ഷം ആളുകൾ, അതിൽ ഭൂരിഭാഗവും മലയാളികൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഓൾട്ടർനേറ്റ് സാധ്യതകൾ UDFോ പ്രതിപക്ഷമോ ഉപയോഗിക്കുന്നില്ല എന്നൊരാക്ഷേപവും. കാരണം നമ്മളിപ്പോ പറഞ്ഞു വരുമ്പോ ജെൻസി അവരാണല്ലോ ഇനി ഈ നാടിന്റെ ഭാഗതയം നിർണ്ണയിക്കുവാൻ ഉള്ളവർ, അവരാണല്ലോ പലായനം ചെയ്യുന്നത്. അവരുമായി കണക്ട് ചെയ്യാവുന്ന ഒരു ആശയം, അവരുമായി കണക്ട് ചെയ്യാവുന്ന ഒരു മെക്കാനിസം നമുക്കുണ്ടാകാതെ പോകുന്നുണ്ടോ? അത് താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. അതായത് ഇടതുപക്ഷം നാളത്തെ ന്യൂസ് എന്താണ് എന്നുള്ളത് ഇന്ന് വൈകിട്ട് തീരുമാനിച്ച് അവരുടെ ഹാൻഡിലുകൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകും. ഒരേ സമയത്ത് പലയിടങ്ങളിൽ നിന്നും ആ വാർത്ത സ്പ്രെഡ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു മെക്കാനിസം ഇന്ന് അത്തരത്തിലുള്ള ഒരു ശക്തമായ ഒരു മെക്കാനിസം പ്രതിപക്ഷ കക്ഷികളിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ പലപ്പോഴും ഈ വ്യാജ നിർമ്മിതികൾക്ക് പ്രചാരം ലഭിക്കുകയും ഒരു പൊതുജന അഭിപ്രായ രൂപവൽക്കരണത്തിന് അത് കാരണമാവുകയും ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ അടുത്ത സമൂഹം ഉണ്ടാവും? ഞാൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വായിച്ചു, 2051 ആകുമ്പോൾ കേരളം വൃദ്ധരെ കൊണ്ട് നിറയുന്നത്. വൃദ്ധരെ കൊണ്ട് 2051 എന്ന് പറയുന്നത് കേവലം 26 വർഷങ്ങൾക്ക് അപ്പുറമാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ നമ്മുടെ അവസ്ഥ എന്താവും? അപ്പൊ നമ്മളൊരു ഒരു 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 ഭരണാധികാരി അടുത്ത 50 വർഷമെങ്കിലും മുൻപോട്ടേക്ക് നോക്കി ചിന്തിക്കേണ്ട ആളുകളാണ്, ഭരിക്കേണ്ട ആളുകളാണ്. അപ്പൊ ചെറുപ്പക്കാർക്ക് വേണ്ടി പദ്ധതികൾ വരുന്നില്ല, പ്രായമായവർക്ക് വേണ്ടി എന്തൊക്കെ സംവിധാനമാണുള്ളത്? പലപ്പോഴും ഈ സംവിധാനങ്ങളെ എല്ലാം ഹൈജാക്ക് ചെയ്യുക എന്ന് പറയുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇതൊക്കെ ബംഗാളിലും പണ്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ബംഗാളിലും പലപ്പോഴും സിസ്റ്റത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് എത്ര നാൾ ഭരിച്ചു. പക്ഷെ ജനം പൊറുതിമുട്ടുന്ന ഒരു അവസ്ഥ വരും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആളുകൾ ആ ഒരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. ജനം പൊറുതിമുട്ടുകയാണ്, അവസാനം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. കിട്ടുന്ന ശമ്പളം ഒന്നിനും തികയുന്നില്ല, ശമ്പളത്തിൽ വർധനവുണ്ടാവുന്നില്ല, തൊഴിൽ ചെലവ് കൂടുന്നു. ഇപ്പൊ ഒരു പക്ഷേ വലിയ 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 പരസ്യമൊക്കെ നൽകിയിട്ടാണല്ലോ ഈ ക്ഷേമ പെൻഷൻ വർദ്ധിച്ചു എന്ന് പറഞ്ഞത്. 200 രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമ്പോൾ പാരലി കറണ്ട് ബില്ല് കൂട്ടി, പെട്രോളിന് സെസ് ഈടാക്കുകയാണ്. അപ്പൊ നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ ഇന്ന് ബസ്സിൽ പോകണമെങ്കിലും സ്വാഭാവികമായിട്ടും ടിക്കറ്റ് ചാർജ് കൂടും, പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവ് ഉണ്ടാകും. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ വില 100-200 രൂപ കൂട്ടുമ്പോൾ അതും അവരുടെ ഒന്നും പാർട്ടിയുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് തരുന്ന കാര്യമല്ലല്ലോ. 100-200 കൂട്ടുമ്പോൾ 2000-ന് മുകളിൽ രൂപ ആനുപാതികമായി പിഴിഞ്ഞെടുക്കുന്നു എന്നൊരു അഭിപ്രായം വ്യാപകമാണ്. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഫണ്ടുകൾ, സർക്കാർ ഗവൺമെന്റ് ഗ്രാന്റുകൾ തടയപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം. പക്ഷെ നിർഭാഗ്യവശാൽ ഇതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നില്ല. ഇപ്പൊ തന്നെ ഒരു പൊതുവെ ഇത് ഇന്ത്യയിലെ ഒരു ട്രെൻഡായിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട്.
ഇപ്പം ഞാൻ 3 തെരഞ്ഞെടുപ്പുകൾ അനലൈസ് ചെയ്ത് പറയുകയാണ്. ഒന്ന് മഹാരാഷ്ട്രയിൽ എങ്ങനെയാണ് NDA വീണ്ടും അധികാരത്തിൽ വന്നത്? അവിടെ വനിതകൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കീം കൊണ്ടുവന്നു. വനിതകൾക്ക് മാസം അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ കൊണ്ടുവരും. മഹാരാഷ്ട്രയിൽ NDA വരില്ല എന്ന് കരുതിയെടുത്ത് NDA അധികാരത്തിൽ വന്നു. ഇപ്പൊ ബീഹാറിൽ 10ാം തവണ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. അവസാനം എന്താ ചെയ്തത്? 10,000 രൂപ വെച്ച് അക്കൗണ്ടിലേക്ക് ഇട്ടു. ഇത് സത്യത്തിൽ ഇത് കോടതികൾ പോലും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. ഹിന്ദുവൊക്കെ നിരവധി ആർട്ടിക്കിൾസ് ഇതിനെക്കുറിച്ച് എഴുതി. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു കൈക്കൂലി കൊടുക്കുന്നതിന് തുല്യമല്ലേ? ഡെവലപ്മെന്റ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ സംസ്ഥാനത്തെ എങ്ങനെ മുൻപോട്ടേക്ക് പോസിറ്റീവായിട്ട് മുൻപോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കാതെ, കേരളത്തെയൊക്കെ സംബന്ധിച്ച് ടൂറിസം പോലെയുള്ള ഒത്തിരി സാധ്യതകളുണ്ട്, അതൊന്നും ഉപയോഗപ്പെടുത്താതെ കേവലം ഈ ഒരു എലക്ഷൻ മാനേജ്മെന്റിലേക്ക് മാത്രം കാര്യങ്ങൾ പോകുന്ന ഒരവസ്ഥയാണ്. അതെ, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. അത് ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞത് 5 വർഷം എങ്ങനെയും ഭരിക്കുക, അവസാന 6 മാസം കൊണ്ട് മാധ്യമങ്ങളും PR സ്റ്റണ്ടുകളും എല്ലാം ഉപയോഗിച്ച് ഒരു എലക്ഷൻ അജണ്ട സൃഷ്ടിച്ചെടുക്കുക, കുറേ സോപ്സ് ജനങ്ങൾക്ക് കൊടുക്കുക, അങ്ങനെ ആ ഇലക്ഷനെ മാനേജ് ചെയ്യുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിനെ അതിജീവിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണെന്ന് താങ്കൾ പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മഹാരാഷ്ട്രയുടേതാണെങ്കിലും ബീഹാറിൻ്റേതാണെങ്കിലും. അപ്പോൾ ഇവിടെ UDF അതിന് സാധിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. കാരണം എൻ്റെ രാഷ്ട്രീയ പക്ഷപാതിത്വം കൊണ്ടല്ല, നേരെ മറിച്ച് ഈ നാടിന് മുൻപോട്ടൊരു പോക്കുണ്ടാവണം. അത് ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ കീഴിലുള്ള ഒരു സർക്കാരിന് സാധിക്കുന്നില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതൊക്കെയാണെങ്കിലും ഏറ്റവും മനോഹരമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെയും ജനങ്ങൾ ചർച്ച ചെയ്യരുതാത്ത വിഷയങ്ങളെയും വേർതിരിച്ച് അവതരിപ്പിച്ചതിന് അങ്ങേക്ക് ഏറ്റവും ഹാർദവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്ക് വീണ്ടും ചർച്ചകളുമായി കൂടി കാണാം. നന്ദി.